ഇപ്പോ സമയം ഏകദേശം 11 മണിയായി. ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റാണ് ഈ അർദ്ധരാത്രിയിലും വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇന്ത്യ അമേരിക്ക റിലേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ്. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഏതാണ്ട് ഇപ്രകാരമാണ്. ഇന്ന് രാവിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു ബഹുമതിയായി തോന്നുന്നു. അദ്ദേഹം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളും അദ്ദേഹത്തിന്റെ രാജ്യത്തെ ശക്തനും ആദരണീയനുമായിട്ടുള്ള നേതാവുമാണ്. ഞങ്ങൾ നിരവധി വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതില് വ്യാപാരം, റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കൽ എന്നിവയുൾപ്പെടെ നിരവധി കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുവാനും അമേരിക്കയിൽ നിന്നും ഒരുപക്ഷെ വെനസ്വേലയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങുവാനും അദ്ദേഹം സമ്മതിച്ചു. ഇത് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കും. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ആഴ്ചയും മരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള സൗഹൃദവും ബഹുമാനവും കാരണം അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഉടനടി പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യാപാര കരാറിന് ഞങ്ങൾ സമ്മതിച്ചു. അതിലൂടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കുറഞ്ഞ പരസ്പര താരിഫ് ഈടാക്കും. അത് 25% നിന്ന് 18% കുറയ്ക്കും. അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരായ അവരുടെ താരിഫുകളും താരിഫ് ഇതര തടസ്സങ്ങളും 0 കുറയ്ക്കുന്നതിനും അവർ മുന്നോട്ടു പോകും. $500 ബില്യൺ വരുന്ന US ഊർജം, സാങ്കേതികവിദ്യ, കാർഷികം, കൽക്കരി, മറ്റ് നിരവധി ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പുറമെ വളരെ ഉയർന്ന അളവിൽ അമേരിക്കയിൽ നിന്ന് വാങ്ങുക എന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള നമ്മുടെ അത്ഭുതകരമായ ബന്ധം ഭാവിയിൽ കൂടുതൽ ശക്തമാകും. പ്രധാനമന്ത്രി മോദിയും ഞാനും കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന രണ്ട് വ്യക്തികളാണ്. മിക്കവരും പറയാത്ത ഒരു കാര്യമാണത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏകദേശം അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ മലയാള പരിഭാഷ ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ്. സോ ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഇതില് ആരെ വിളിച്ചു, ആരോട് സംസാരിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. ജനുവരി 29 നമ്മുടെ സെർജിയോ ഗോർ, പുതിയ അംബാസിഡർ ഉണ്ടല്ലോ, അമേരിക്കയുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള അംബാസിഡർ, അദ്ദേഹം നമ്മുടെ ജയശങ്കർ വിദേശകാര്യ മന്ത്രിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അതിനുശേഷം ഇന്ന് അദ്ദേഹവും ഇത് സംബന്ധിക്കുന്ന പോസ്റ്റ് അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡിൽ അല്ലെങ്കിൽ ഇന്നത്തെ x.com ഇട്ടിട്ടുണ്ട്. ഇതില് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്, ട്രംപ് സെയ്സ് ഹി വെൽക്കംസ് ചൈന, ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് ഇൻ വെനസ്വേല ഓയിൽ. ഈ ഒരു പോസ്റ്റാണ് ആദ്യം ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിൽ 3 മണിക്കൂർ മുമ്പ് വരുന്നത്. ബ്ലൂംബർഗിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അദ്ദേഹം ഷെയർ ചെയ്തുകൊണ്ടാണ് ഇതിട്ടത്. തൊട്ടു പിന്നാലെ അദ്ദേഹം 2025 ന്യൂസ് മേക്കേഴ്സ് ഓഫ് ദ ഇയർ 2025 എന്ന് പറയുന്ന ഇന്ത്യ ടുഡേയുടെ ഒരു കവർ പേജ് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നു. അവിടെ മോദിയും നമ്മുടെ ട്രംപുമാണ് കാണുന്നത്. ഈ ഒരു രണ്ടുപേരും കൂടിയുള്ള ഒരു ചിത്രം, അത് വളരെ കൗതുകം തോന്നിയ ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് ഏതാനും സമയത്തിനുള്ളിൽ അദ്ദേഹം നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവയ്ക്കുന്നു. അതും കഴിഞ്ഞ് ഏതാണ്ട് കുറച്ച് മണിക്കൂറുകൾ, 2 മണിക്കൂർ പിന്നിടുമ്പോഴാണ് നരേന്ദ്രമോദിയുമായിട്ട് സംസാരിക്കാൻ സാധിച്ചതൊരു ബഹുമതിയായി കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒഫീഷ്യൽ പോസ്റ്റ് അദ്ദേഹം ഇടുന്നത്. ഈ പോസ്റ്റിനകത്ത് മോദിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ബഹുമതിയായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ പതിവ് രീതിയിൽ ട്രംപ് ചില കാര്യങ്ങൾ മുന്നേ അങ്ങ് പറഞ്ഞു. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സ്ഥിരീകരണം വന്നിട്ടില്ല, അതുകൊണ്ട് ഇത് ശരിയാണോ എന്നുള്ളത് നമുക്ക് നാളെ സംസാരിക്കാം. എന്തായാലും ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ എഗ്രി ചെയ്തിട്ടുണ്ട്, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് കുറയ്ക്കാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. പകരം ഇന്ത്യ അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും ആവശ്യത്തിന് ഓയിൽ വാങ്ങാനായിട്ടും സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. $500 ബില്യൺ വ്യാപാരം ഇന്ത്യ നടത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോ ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ട്രംപ് അദ്ദേഹത്തിന്റെ രാജ്യത്തെ അദ്ദേഹത്തിന്റെ ആരാധകരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ
വോട്ടേഴ്സിനെയോ സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട ഒരു തന്ത്രപരമായ പോസ്റ്റാണ്. അതായത് അമേരിക്കയെ ഗ്രേറ്റ് ആക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അമേരിക്കയെ ഗ്രേറ്റ് ആക്കുന്നുണ്ട്, ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുന്നു, ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ സമ്മതിച്ചു, എണ്ണ വാങ്ങുന്നതൊക്കെ കുറയ്ക്കും, ഇനിയിപ്പോൾ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡീൽ നടക്കാൻ പോവാണ്, അത് 18% നമ്മൾ കുറച്ചിട്ടുണ്ട്. അതായത് 50% ആയിരുന്നു. അതിൽ അദ്ദേഹം ഈ 25% അധികം ചുമത്തിയത് റഷ്യൻ എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞാണല്ലോ. ഇപ്പൊ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എന്ന് ട്രംപ് അദ്ദേഹത്തിന്റെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് 25% അവിടെ അപ്രസക്തമാവും. പിന്നെ ഉള്ളത് ബേസിക് ആയിട്ട് നേരത്തെ ചുമത്തിയിരുന്ന 25%, അത് 18% കുറയ്ക്കാമെന്ന് സമ്മതിച്ചു എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. മോദിയുമായിട്ട് സംസാരിക്കുകയും മോദി എഗ്രി ചെയ്യുകയും ചെയ്തു എന്നും പറയുന്നുണ്ട്. ഇവിടെ ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുമ്പോൾ മേ ബി ട്രംപ് മോദിയെ വിളിച്ച് സംസാരിച്ചിരിക്കാനാണ് കൂടുതൽ സാധ്യത. ട്രംപ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാശൈലി, കാരണം ഒരു ധാർഷ്ട്യത്തിന്റെ സ്വഭാവമായിരുന്നല്ലോ നേരത്തെ ട്രംപിനുണ്ടായിരുന്നത്. അതായത് മോദി ട്രംപിനോട് സർ എനിക്കൊന്ന് സാറിനെ കാണണം എന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് തള്ളി മറച്ചിരുന്ന ട്രംപ് മോദിയോട്, പ്രൈം മിനിസ്റ്റർ മോദിയോട് സംസാരിക്കുന്നത് ഒരു ബഹുമതിയായി കാണുന്നു എന്ന് പറഞ്ഞ് ഒരു ഫോർമൽ ഒരു ലെവലിൽ ഒരു പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത് പൊതുവെ ട്രംപിന്റെ ഒരു ശൈലിയേ അല്ല. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം ട്രംപ് ഇങ്ങനെ ഒരു ഫോർമൽ വേയിൽ സംസാരിക്കുന്ന ആളല്ല, എടുത്തടിച്ച പോലെ സംസാരിക്കുന്ന ആളാണ്. ഞാൻ പ്രൈം മിനിസ്റ്റർ മോദിയായിട്ട് സംസാരിച്ചു, നമ്മൾ തമ്മിൽ തീരുമാനമായിട്ടുണ്ട്, നമ്മൾ ഉടനെ തന്നെ ട്രേഡ് ഡീൽ സൈൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു ധാർഷ്ട്യത്തിന്റെ സ്വരം, എപ്പോഴും US ഒരു ഇന്ത്യയുടെ മുകളിലാണ് എന്നുള്ളൊരു അഹങ്കാരത്തോടെ അദ്ദേഹം എപ്പോഴും, ഇന്ത്യയുടെ എന്നല്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭൂമിയിലെ ഏറ്റവും പവർഫുൾ രാജ്യമാണ് അമേരിക്ക എന്നാണ് പ്രസിഡന്റ് ട്രംപ് എപ്പോഴും പറയുന്നത്. ആ നിലയ്ക്ക് എല്ലാത്തിനും മുകളിൽ എന്നുള്ള രീതിയിൽ ആ ഒരു ധാർഷ്ട്യം എപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഷയിൽ കാണാം. അവിടെയും ഇവിടെയൊക്കെ ഈ പോസ്റ്റിലും ആ ഒരു ധാർഷ്ട്യമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഇവിടെ ഒരു വ്യത്യാസം, അദ്ദേഹം ഒരു ഫോർമൽ വേയിലാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നു, അദ്ദേഹം എൻ്റെ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിലാണ് അദ്ദേഹം പോകുന്നത്. പവർഫുൾ ലീഡറാണ്, റെസ്പെക്റ്റഡ് ലീഡറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രസിഡന്റ് ട്രംപിന് മോദിയെ കുറിച്ച് അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യം സാധാരണ രീതിയിലില്ല, അല്ലേ? പ്രസിഡന്റ് ട്രംപിന് ഇതൊന്നും പറയാതെയും ഇന്ത്യയുമായിട്ട് സംസാരിച്ചു, മോദിയുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലും അദ്ദേഹത്തിന് ഇത് പറയാം. പക്ഷെ ഇവിടെ അദ്ദേഹം അത് പറയാതെ ആദ്യത്തെ കുറച്ച് വരികളിൽ ഒരു നയതന്ത്ര മര്യാദ കാണിച്ചിട്ട് അദ്ദേഹം താഴേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിലെ വോട്ടേഴ്സിനെ തൃപ്തിപ്പെടുത്താനായിട്ട് പോസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ഇതിന് മുമ്പേ അദ്ദേഹം ഇട്ട ചില പോസ്റ്റുകളും കൂടി കൂട്ടി വായിക്കുമ്പോൾ വലിയൊരു സാധ്യത ട്രംപ് മോദിയെ വിളിക്കാൻ തന്നെ ആയിരിക്കാം. അതല്ല, ഇനി മോദി ട്രംപിനെ വിളിച്ചതാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ അംബാസിഡർ നമ്മുടെ സെർജിയോ ഗോറിന്റെ ഒരു പങ്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഒരു മീഡിയേറ്ററായിട്ട് നിന്നിട്ട് ട്രംപിന് വേണ്ടി നരേന്ദ്രമോദിയോട് തീർച്ചയായിട്ടും ജയശങ്കർ വഴി മൂവ് ചെയ്തിരിക്കാൻ സാധ്യതയുമുണ്ട്. ഇതെല്ലാം പോസിബിലിറ്റീസ് ആണ്. നമുക്ക് എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷെ ഞാനിതിനെ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം നമുക്ക് യൂറോപ്പുമായിട്ടൊരു വലിയൊരു ഡീൽ, മദർ ഓഫ് ഓൾ ഡീൽ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റി. അത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുക മാത്രമല്ല, ഇതൊരു ട്രെൻഡ് സെറ്റ് ചെയ്യും. ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ഇതുപോലുള്ള ഡീലുകൾ ഉണ്ടാക്കാൻ മുന്നോട്ട് വരും. China+1 എന്ന് പറയുന്ന പോളിസിയെ നമുക്ക് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ US നിലവിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് നമുക്കൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കാൻ പറ്റിയാൽ അതൊരു ബെസ്റ്റ് മൂവായിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചാൽ പോലും US ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതൊരു വലിയ നഷ്ടമല്ല. കാരണം ട്രേഡ് ഡീൽ ഉണ്ടായതിനു ശേഷം നമുക്ക് റഷ്യയുമായിട്ടുള്ള മറ്റ് ഡീലുകൾ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഇവിടെ ഓയിലിന്റെ കാര്യത്തിൽ മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഒരു തടസ്സം പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയും റഷ്യയും തമ്മിൽ ഫ്യൂച്ചറിൽ ഇപ്പോൾ Su-57 ഒരു ഡീല്, ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീല് സൈൻ ചെയ്താൽ ട്രംപ് ചിലപ്പോൾ എതിർത്തില്ലെങ്കിലോ, അത് ട്രംപിനൊരു പ്രശ്നമല്ലെങ്കിലോ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഉപരോധ ഭീഷണി മുഴക്കിയില്ലെങ്കിലോ, സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിക്ക് നിലവിൽ മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയല്ല വേണ്ടത്, എങ്ങനെയൊക്കെ അവസരങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്താമെന്ന് മാത്രമാണ് നമ്മുടെ ഗവൺമെന്റ് ചിന്തിക്കുന്നത്. ഇവിടെ നമുക്ക് US വെല്ലുവിളിച്ച ഒരു ഉത്തര കൊറിയ ആവേണ്ട കാര്യമില്ല, ഒരു ഇറാനും ആവണ്ട, ഒരു ക്യൂബയും ആവണ്ട. നമുക്ക് എങ്ങനെയാണോ ചൈന തന്ത്രപരമായിട്ട് സോവിയറ്റിനെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും യൂസ് ചെയ്ത് ഇന്നത്തെ ഒരു എക്കണോമിക് പവറായിട്ട് മാറിയത്, അതേ തന്ത്രം ഇന്ത്യക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ US റഷ്യയും ചൈനയും ഒക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് ഇന്ത്യ കളിച്ചാൽ
നമുക്കും 2047 ഇന്നത്തെ ചൈനയേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു എക്കണോമിയും മിലിറ്ററി പവറുമായിട്ട് മാറാനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട്. ആ രീതിയിലാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നാളെ ഈ വിഷയത്തിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ പോസ്റ്റുകളെ ഒന്നും നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. ഇന്ത്യ ഗവൺമെന്റ് മോദി എന്താണ് പറഞ്ഞെന്നുകൂടി നമുക്കറിയില്ല. അപ്പൊ ഇന്ത്യയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു പ്രസ് റിലീസോ വരട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ വകുപ്പിന്റെ സ്പോക്ക് പേഴ്സണിന്റെ ഒരു കമന്റ് വരട്ടെ. അതുവരെ നമുക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇത് ശരിയാണെന്നുള്ളത് വെയിറ്റ് ചെയ്യാം. ബട്ട് ട്രംപ് പറയുന്നത് ശരിയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ്. 18% ആയിട്ട് താരിഫ് കുറയുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇന്ത്യക്ക്. ഈ അവസരത്തിൽ ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് US-നെ പിണക്കേണ്ട ആവശ്യമില്ല. US ഒരു മുടിഞ്ഞ പാരയാണ്. ഇന്ത്യ ഒരുപക്ഷെ ചൈനയേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു രാജ്യമാണ് US. കാരണം അടിയിൽ കൂടെ പണി വയ്ക്കുന്ന രാജ്യമാണ്. ഡീപ് സ്റ്റേറ്റിന്റെ ഒക്കെ കളികൾ അങ്ങനെയാണല്ലോ. പക്ഷെ എന്നാൽ പോലും അവരുടെ എക്കണോമിക് സ്ട്രെങ്തിനെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ഒരു ബെസ്റ്റ് ബയ്യർ ആണ് US, ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റർ ആണ്. സോ അപ്പോൾ അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും നല്ലത്. നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.